നമസ്കാരം. ഡോക്ടർ ക്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കുട്ടികളിലെ പരീക്ഷ പേടിയാണ് ഇന്ന് ഡോക്ടർ ക്യൂ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ സംശയങ്ങൾക്ക് മറുപടിയുമായി ചേരുന്നത് പട്ടം SUT ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റായ നിതിൻ AF ആണ്. സ്വാഗതം ഡോക്ടർ. പ്രേക്ഷകർക്കും സംശയങ്ങൾ ചോദിക്കാം. അതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഡോക്ടർ, 10+2 എക്സാം ഒക്കെ അടുത്തിരിക്കുകയാണ്. കുട്ടികൾ അതിൻ്റെതായ വലിയ ആശങ്കയിലും പേടിയിലുമാണ്. ഈ പരീക്ഷാ പേടി എങ്ങനെ മറികടക്കാൻ സാധിക്കും? ഇപ്പോ ഈ എക്സാം ആങ്സൈറ്റി അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ആങ്സൈറ്റി എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോ ഈ ഒരു പെർഫോമൻസ് ആങ്സൈറ്റി ആക്ച്വലി ഇപ്പൊ നമ്മളൊരു സീരിയസ് ആയിട്ട് ഒരു എക്സാമിനെ സമീപിക്കുമ്പോൾ, എക്സാമിന്റെ ഡേറ്റുകളോ അടുത്ത് വരുമ്പോൾ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ആങ്സൈറ്റി, പെർഫോമൻസ് ആങ്സൈറ്റി എന്ന് പറയാം, അത് സാധാരണ കുട്ടികളിലൊക്കെ കണ്ടുവരുന്നതാണ്. അപ്പൊ അത് നമ്മുടെ പഠനത്തെയും അല്ലെങ്കിൽ എക്സാമിനുള്ള ആയിട്ട് എഴുതുന്നതിനും ഒന്നും ഉണ്ടാവാതിരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ കാര്യമായി നമ്മൾ അതിനെ ബോധർ ചെയ്യേണ്ടതായിട്ടില്ല. ഇപ്പോ എപ്പോഴാണ് ഈ ഒരു ആങ്സൈറ്റി പ്രോബ്ലം ആയിട്ട് അല്ലെങ്കിൽ ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ട് മാറുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഫങ്ഷനിങ്ങിനെ ബാധിക്കുമ്പോഴാണ്. പ്രോപ്പറായിട്ട് പഠിക്കാൻ പറ്റാതെ വരിക, ക്ലാസ്സിനകത്തേക്ക് കയറി എക്സാം എഴുതാൻ പറ്റാതെ വരിക, കൂടുതലായിട്ട് വേർക്കുക, പരീക്ഷ എഴുതാതെ പുറത്തു വരിക, ക്വസ്റ്റ്യൻസ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക, അത്തരത്തിലുള്ള ലെവലിലേക്കുള്ള സീരിയസ് ആയിട്ടുള്ള സിംറ്റംസ് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ട് കാണുന്നത്. അല്ലാതെ നോർമലി ചെറിയ രീതിയിലുള്ള ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഒരു പെർഫോമൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ടെൻഷനൊക്കെ ആണെങ്കിൽ അത് ഒരു പരിധിവരെ നല്ലതാണ്. കാരണം കുറെ കൂടെ കോൺസെൻട്രേഷൻ കൂട്ടുന്നതിനും കുറെ കൂടെ സീരിയസ് ആയിട്ട് എക്സാമിന് അപ്പിയർ ചെയ്യുന്നതിനും ഈ ചെറിയൊരു പെർഫോമൻസ് ആങ്സൈറ്റി നല്ലതാണ്. അതിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോഴാണ് നമ്മൾ സീരിയസ് ആയിട്ട് അതിനെ അഡ്രസ് ചെയ്യേണ്ടതായി വരുന്നത്. ഡോക്ടർ, ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇത്തരത്തിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു ആങ്സൈറ്റി കണ്ടുവരാറില്ല. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്? ഇപ്പോ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇപ്പോ നിൽക്കുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാല് വളരെ നിയറസ്റ്റ് ആയിട്ട് തന്നെ ബോർഡ് എക്സാം, അതായത് പബ്ലിക് എക്സാമുകൾ വരുന്നുണ്ട്. അതിനുശേഷം കോമ്പറ്റേറ്റീവ് എക്സാമുകളൊക്കെ വരുന്നുണ്ട്. അതായത് എക്സാമിന്റെ ഒരു ഹൈ ടൈമിലാണുള്ളത്. എത്രത്തോളം നമ്മൾ പ്രിപ്പയർഡ് ആയി എന്നുള്ളത് ഒരു ഫാക്ടറാണ്. ഓൾറെഡി അന്നത്തെ പോർഷൻസ് അന്നു പഠിച്ചിരുന്നോ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള പോർഷൻസ് ഏതുവരെയാണ്, ഇപ്പൊ നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇനി എക്സാം വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ്ഡ് ആവേണ്ടത് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള സ്റ്റഡിയാണ്. അല്ലാതെ നമ്മൾ കൂടുതൽ സബ്ജക്റ്റീവ് ഡീറ്റെയിൽ ആയിട്ട് കോർ ആയിട്ടുള്ള സ്റ്റഡിക്ക് പോകുന്നതിനുള്ള ഒരു സമയമല്ല. അപ്പൊ എന്തുകൊണ്ടാണ് ചില കുട്ടികൾ കൂടുതൽ ആങ്ഷ്യസ് ആവുന്നതെന്ന് ചോദിച്ചാല് പലതരത്തിലുള്ള കാരണങ്ങളുണ്ടാവും. ഒന്ന്, അവർ കൂടുതലായിട്ട് ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ല, ഒരു എക്സ്റ്റൻസീവ് ആയിട്ടുള്ള സ്റ്റഡി അവർ നടത്തിയിട്ടുണ്ടാവില്ല. രണ്ട്, അവരുടേതായ ഒരു എബിലിറ്റിക്ക് അപ്പുറത്തേക്കുള്ള ഒരു അംബീഷനും അല്ലെങ്കിൽ ഒരു ആസ്പിറേഷനും ഒരു പെർഫോമൻസ് എക്സ്പെക്ടേഷൻസ് ഒക്കെ വച്ചു പുലർത്തുന്നവർക്ക് ആ ഒരു എക്സ്പെക്ടേഷൻ വേഴ്സ് റിയാലിറ്റി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റ് അവരുടെ ഉള്ളിലുണ്ടാവും. അത് ഒരു ആങ്സൈറ്റിയിലേക്ക് നയിക്കുന്നതായിട്ട് കാണും. പിന്നെ പാരന്റ്സിന്റെ സൈഡിൽ നിന്നുള്ള ഒരു പ്രഷർ. ഇപ്പൊ കുട്ടികള് പഠിക്കുന്നുണ്ടെങ്കിലും പഠിക്കാത്ത കുട്ടികളെയും എക്സസീവായിട്ട് പ്രഷർ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതും കുട്ടികളെ ചില കുട്ടികളെ കൂടുതലായിട്ട് ആങ്ഷ്യസ് ആവുന്നതിൽ കാരണമാകുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. തീർച്ചയായും ഡോക്ടർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം അത് വളരെ വലുതാണ്. അതോടൊപ്പം തന്നെ ഈ ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള പ്രഷർ, ഈ ടീച്ചേഴ്സും മാതാപിതാക്കളും ഒക്കെ തന്നെയും ഈ ഒരു സമയത്ത് കുട്ടികളെ ഏത് വിധേന ശ്രദ്ധിക്കണം? കുട്ടികളുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും അറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ടീച്ചേഴ്സിനെക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നത് അത് പാരന്റ്സിനാണ്. അവരെ ഇൻഡിവിജ്വലി കൂടുതലായിട്ട് അറിയാനായിട്ട് കഴിയുന്നത് പാരന്റ്സിനാണ്. അവരുടെ സ്ട്രെങ്ത് ആയിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ അവരുടെ വീക്ക് ആയിട്ടുള്ള ഏരിയ ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് അതനുസരിച്ചുള്ള ഒരു അഡ്വൈസും സജഷൻസും പഠിക്കുന്ന രീതിയിലും മെത്തേഡിലും പാറ്റേണിലും ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് പാരന്റ്സും അതുപോലെ തന്നെ ഒരു പരിധിവരെ ടീച്ചേഴ്സും അറിഞ്ഞിരിക്കേണ്ടത്. ഇപ്പൊ ടീച്ചേഴ്സ് ഒരു ക്ലാസ്സിലെ കുട്ടികളെ അവർ ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ ഒരു ക്ലസ്റ്ററൊക്കെ ആയിട്ടായിരിക്കും കാണും. നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ പഠിക്കാത്ത കുട്ടികൾ, ഇടയിൽ വരുന്ന കുട്ടികൾ, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം കുറെ കൂടെ ഒരു സ്പെസിഫിക് ലെവലിലേക്ക് വരാനായിട്ട് കഴിയും. ആ കുട്ടിയുടെ സ്ട്രെങ്ത് എത്രത്തോളമാണ്, ഏത് സബ്ജക്റ്റുകൾക്കാണ് കൂടുതൽ, ഇപ്പോ പഠിക്കുവാൻ വളരെ ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോ സയൻസ്, മാത്തമാറ്റിക്സ് അതുപോലുള്ള ഏരിയയിലാണോ കുട്ടിയുടെ ഇൻട്രസ്റ്റ്, അതോ ഇനി ലിറ്ററേച്ചർ, ആർട്സ്
അത്തരത്തിലുള്ള ഏരിയയിലാണോ കുട്ടികളുടെ ഇൻട്രസ്റ്റ്? അത് നമ്മൾ വളരെ എത്രത്തോളം നേരത്തെ നമ്മൾ മനസ്സിലാക്കുന്നോ അത്രത്തോളം നേരത്തെ നമ്മുടെ ഇൻട്രസ്റ്റ് ഏരിയ നമ്മൾ കണ്ടുപിടിക്കുന്നതിനും ആ ഏരിയയിൽ കൂടുതൽ പഠിക്കുന്നതിനും മറ്റ് ഏരിയ മാനേജ് ചെയ്ത് പോകുന്നതിനും അപ്പൊ നല്ല രീതിയിലുള്ള ഒരു ഔട്ട്കം ഉണ്ടാക്കുന്നതിന് വേണ്ടി സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രിപ്പയർ ആവാൻ സാധിക്കും. അപ്പൊ അത് പാരന്റ്സിന്റെ ലെവലിൽ കുട്ടികളുടെ ആ ഒരു സ്ട്രെങ്തും വീക്ക്നെസ്സും എക്സാമിന്റെ ഔട്ട്കമും അവരുടെ ഇൻട്രസ്റ്റും അവരുടെ പെർഫോമൻസ് ഒക്കെ നോക്കി എത്രയും നേരത്തെ പാരന്റ്സ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇതിനെ റിയലിസ്റ്റിക്കലി അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കലി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സൊല്യൂഷൻ. അതോടൊപ്പം തന്നെ ഈ സ്വന്തം കുട്ടികൾക്ക് ആങ്സൈറ്റി പ്രോബ്ലം ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയേണ്ടതും മാതാപിതാക്കൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമല്ലേ? അപ്പോൾ ഈ കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ മാതാപിതാക്കൾക്കും ഈ ഒരു കൗൺസിലിംഗ് അത്രത്തോളം അനിവാര്യമല്ലേ? തീർച്ചയായും. കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വളരെ അവർക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. ഓരോ വർഷവും പ്രത്യേകിച്ച് ടീനേജിലെ കുട്ടികളാണല്ലോ ഇതൊക്കെ തന്നെ, അഡോളസെൻസ് ഏജിൽ അവർക്കെല്ലാം തന്നെ ഒരു എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രത്യേക ലൈഫിന്റെ ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ പാരന്റ്സിന് കുറെ കൂടെ ഇതിനെക്കുറിച്ച് അവെയർ ആയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ കൗൺസിലിംഗിലൊക്കെ വരുമ്പോൾ തന്നെ കൂടുതലും പാരന്റ്സിന്റെ സൈഡും അല്ലെങ്കിൽ അവർ കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളും അവര് വച്ചിരിക്കുന്ന അട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ അവർ വച്ചിരിക്കുന്ന എക്സ്പെക്ടേഷൻസ് ലെവല് അല്ലെങ്കിൽ കുട്ടികളെ കൂടുതലായിട്ട് ഇപ്പൊ ചില പാരന്റ്സ് ഒക്കെ അവരുടെ നൈബർ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട് അവരുടെ റിലേറ്റീവ് ആ കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്ത് അവർക്ക് പഠിക്കണമെങ്കിൽ എന്തുകൊണ്ട് എന്റെ കുട്ടി പഠിക്കുന്നില്ല, ഇവന് നല്ല പഠിക്കാൻ ചില തെറ്റായ മിസ്കൺസെപ്ഷൻസ് അല്ലെങ്കിൽ അവര് വച്ചു പുലർത്തിയും അത് കുട്ടിയുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതൊക്കെ കാണാറുണ്ട് സാധാരണ തന്നെ. അപ്പൊ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട്. അപ്പോ പാരന്റ് ഒരു കുട്ടിയെ അറിയുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എങ്കിൽ മാത്രമേ നല്ലൊരു റിലേഷൻഷിപ്പ് കുട്ടിയുമായി പാരന്റ്സിന് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അത് ആ കുട്ടിയുടെ ലൈഫിലായാലും എക്സാമിലായാലും പോസിറ്റീവ് ആയിട്ടുള്ള നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോ പാരന്റ്സ് കുട്ടികളെ നല്ല രീതിയിൽ അവരുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും അക്കാഡമിക്കലി അറിയുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഡോക്ടർ, അതേസമയം തന്നെ ഈ ചില കുട്ടികളിൽ നമ്മൾ കാണാറില്ലേ, അതായത് നന്നായി പഠിക്കുന്ന കുട്ടികളായിരിക്കാം, അതിനു മുമ്പുള്ള ഇന്റേണൽ എക്സാംസിനൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടുമുണ്ടാകാം. പക്ഷേ ഈ ബോർഡ് എക്സാമിൽ എത്തുമ്പോൾ വളരെ വലിയ ടെൻഷൻ കാരണം അറിയാവുന്നത് കൂടി എഴുതാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള കുട്ടികളെ നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കും? അവരുടെ ടെൻഷൻ ഈ ഒരു സമയത്ത് എങ്ങനെ കുറയ്ക്കാൻ സാധിക്കും? അങ്ങനെ എക്സാം എഴുതാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഒരു കൗൺസിലിങ്ങിന് വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് പാരന്റ്സിന്റെ ലെവലിനേക്കാൾ കൂടുതൽ ഒരു ഉപരി ബിയോണ്ട് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിന്റെ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത് കുറെ കൂടെ നല്ല റിസൾട്ട് ഉണ്ടാകും. കാരണം ആ കുട്ടിയുടെ ഇൻഡിവിജ്വലി അത് അസസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടാണ്, ഏത് സ്റ്റേജിലാണ് ആ കുട്ടിക്ക് ഒരു ആങ്സൈറ്റി ട്രിഗർ ചെയ്ത് വരുന്നത്, എന്തെല്ലാം സ്ട്രെസ്സേഴ്സ് ആണ് ആ കുട്ടി ഫേസ് ചെയ്യുന്നത്, അതെല്ലാം നമ്മൾ മനസ്സിലാക്കി ഡീറ്റെയിൽ ആയിട്ടൊരു ഹിസ്റ്ററി എടുത്തതിന് ശേഷം ആ കുട്ടിയുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഇഷ്യൂ എന്താണെന്ന് മനസ്സിലാക്കി അത് അഡ്രസ് ചെയ്യാനുള്ള ടെക്നിക്കുകളും സൈക്കോളജിക്കലി മാനേജ് ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ആ കുട്ടിയുമായിട്ട് ഡിസ്കസ് ചെയ്യുക. ഇപ്പൊ എക്സാം എഴുതാൻ പറ്റുന്നില്ല, ഇപ്പൊ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ചിലർക്ക് ക്ലാസ്സിൽ കയറാൻ കഴിയുകയില്ല, അല്ലെങ്കിൽ പേപ്പർ കിട്ടിയാല് കൈകളൊക്കെ വിറച്ചിട്ട് എഴുതാനായിട്ട് സാധിക്കില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിനിക്കലി അല്ലെങ്കിൽ സൈക്കോളജിക്കലി തന്നെ അത് മാനേജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലാതെ ഇപ്പൊ എക്സാം എഴുതാൻ പോകുമ്പോ ഉള്ള ഒരു പെർഫോമൻസ് ആങ്സൈറ്റി അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള സ്ട്രെസ് അതൊക്കെ നമുക്ക് പാരന്റ്സിന്റെ ലെവലിൽ തന്നെ തീർച്ചയായിട്ടും മാനേജ് ചെയ്യാൻ സാധിക്കും. ശരി ഡോക്ടർ, അതേസമയം തന്നെ ഈ പല കുട്ടികളിലും ഈ പരീക്ഷാ സമയത്ത് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ കാണപ്പെടാറുണ്ട്. ചിലർക്ക് അത് പനിയായിട്ട് അല്ലെങ്കിൽ തലവേദനയായിട്ട് ഛർദിലായിട്ട് എക്സാം ദിവസം തന്നെ എക്സാം എഴുതാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈ ശാരീരിക അസുഖങ്ങൾ എത്താറുണ്ട്. ഈ ആങ്സൈറ്റി കൊണ്ട് മാത്രം ഉണ്ടാകുന്നതാണോ ഈ അസുഖങ്ങളൊക്കെ? അത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന ചില വളരെ സീരിയസ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സബ്സിക്വന്റ്ലി നമ്മുടെ ശരീരത്തിനെയും ബാധിക്കാറുണ്ട്. ഇപ്പൊ നമ്മുടെ ഉള്ളിൽ ഒരു വലിയൊരു സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് പലതരത്തിലുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഫിസിക്കൽ സിംറ്റംസ് ആയിട്ട് അത് പുറത്തു വരും. അത് ഈ പറഞ്ഞ പോലെ ഛർദിലായിരിക്കാം, അത്തരത്തിലുള്ള തലവേദന ആയിരിക്കാം, പലതരത്തിലുള്ള പെയിനുകളായിരിക്കാം, അങ്ങനെയൊക്കെ അത് മാനിഫെസ്റ്റ് ചെയ്ത് കാണാറുണ്ട്. അപ്പൊ അത് കുട്ടികളിൽ ഈ എക്സാം ആകുന്ന സമയത്തും ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ കുട്ടി ഫേസ് ചെയ്യുന്ന പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഫേസ് ചെയ്യുന്ന ആ സ്ട്രെസ്സർ എന്താണ്, അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത തരത്തിലുള്ള പലതും ആയിരിക്കാം. പാരന്റ്സിന്റെ സൈഡിൽ നിന്നുള്ളതായിരിക്കാം, എക്സാം ഓൾറെഡി പ്രിപ്പയർ ആവാത്തതായിരിക്കാം, ഫ്യൂച്ചറിനെ കുറിച്ചുള്ള കൺസേൺസ് ആയിരിക്കാം,
അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്ത് അത് കുറെ കൂടെ പ്രാക്ടിക്കലായിട്ട് ഇവരുടെ എല്ലാം ഒരു ഒരു പൊതുവായ പ്രോബ്ലം എന്താ വെച്ചാൽ ആ ഒരു പ്രശ്നത്തിനകത്തേക്ക് കയറുമ്പോൾ ഇവരുടെ ഒരു വിഷൻ, അവരുടെ ഒരു പെർസെപ്ഷൻ ഒരു ടണൽഡ് വിഷനിലേക്ക് മാറും. വളരെ നാരോഡ് ആയിട്ട് മാത്രമേ കാര്യങ്ങൾ കാണുന്ന സാഹചര്യത്തിലേക്ക് ഈ കുട്ടികൾ സബ്സിക്വന്റ്ലി എത്തിയിട്ടുണ്ട്. അപ്പൊ അതിനെ നമ്മളൊന്ന് ബ്രോഡൻ ചെയ്ത് കുറെ കൂടെ വിശാലമായിട്ട് കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാനും മറ്റു പല രീതിയിലും ഇതിനൊന്ന് മാനേജ് ചെയ്യാനും അതിനെ കാണാനും അതിനെ ഉൾക്കൊള്ളാനും കുറെ കൂടെ പ്രാക്ടിക്കലായിട്ട് റിയലിസ്റ്റിക് ആയിട്ട് അതിനെ ഫേസ് ചെയ്യാനും വേണ്ടിയിട്ട് ആ കുട്ടിയെ നമ്മൾ ഇക്വിപ്പ് ചെയ്യുമ്പോൾ അത് ആ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായും ഡോക്ടർ. അതേസമയം തന്നെ ഈ പരാജയ ഭയം, പ്രതീക്ഷയില്ലായ്മ, ആത്മവിശ്വാസക്കുറവ് ഇതിനെയൊക്കെ എങ്ങനെ തരണം ചെയ്യാൻ സാധിക്കും? ഇപ്പൊ ഒരു സൊസൈറ്റി ആയാലും നമ്മുടെ ഫാമിലി വൈസ് ആയാലും കുട്ടികളുടെ മേൽ ഇപ്പൊ ഒരു എല്ലാവരുടെ ഒരു എയിം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എല്ലാവരുടെ ഒരു ഗോൾ എന്ന് പറയുന്നത് ഒരു പെർഫോമൻസ് ഗോൾ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ എക്സാമിന് പരീക്ഷയിൽ തോറ്റു കഴിഞ്ഞാൽ എന്റെ ലൈഫിൽ അതോടുകൂടെ എല്ലാം തീർന്നു എന്നുള്ള രീതിയിലാണ് കുട്ടികൾ പഠിക്കുന്നത്. നമ്മൾ അത്തരത്തിലാണ് കേട്ട് വളരുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ജീവിതത്തിൽ ആത്യന്തികമായി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് കാര്യം ചെയ്താലും പഠിച്ചാലും നമ്മൾ എന്ത് വർക്ക് ചെയ്താലും ഓണസ്റ്റ് ആയിട്ടും ഫെയ്ത്ത്ഫുൾ ആയിട്ടും സിൻസിയറുമായിട്ടാണ് നമ്മളൊരു കാര്യം ഫോളോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഉദ്ദേശിക്കുന്ന സമയത്ത് എത്തിയില്ലെങ്കിലും നമ്മൾ ഇവോൾവ് ചെയ്ത് നമ്മൾ എത്തേണ്ടുന്ന സ്ഥലത്ത് എത്തും എന്നുള്ള ഒരു കോൺഫിഡൻസും ഒരു ശുഭാപ്തി വിശ്വാസവും വേണം. നമ്മുടെ സ്പേസ് ഈ വേൾഡിൽ എവിടെയായാലും ഉണ്ടാവും. ആ സ്പേസ് ഞാൻ ഫുൾഫിൽ ചെയ്യും എന്നുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു വിശ്വാസവും ഒരു കോൺഫിഡൻസും നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഒരു സ്പേസ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എയിം ചെയ്തിരിക്കുന്ന മാത്രമായിരിക്കില്ല. നമ്മുടെ ലൈഫ് മുന്നോട്ടേക്ക് പോകുമ്പോൾ അത് ഇവോൾവ് ചെയ്ത് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്തും, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത സ്ഥലത്ത് യഥാർത്ഥത്തിൽ നമ്മൾ എത്തേണ്ടുന്ന സ്ഥലത്ത് നമ്മൾ എത്തും എന്നുള്ള ഒരു കോൺഫിഡൻസ് നമ്മൾ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഈ പെർഫോമൻസ് ഗോളിനേക്കാൾ ഉപരി ഒരു കോമ്പിറ്റൻസ് ഗോൾ എന്നുള്ളൊരു അപ്രോച്ച് നമ്മൾ ലൈഫിൽ പ്രത്യേകിച്ച് എക്സാമിൽ സ്വീകരിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഈ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ യാതൊരു കാരണം വെച്ചാലും എനിക്ക് എത്ര പെർസെന്റേജ് മാർക്ക് കിട്ടും അല്ലെങ്കിൽ എനിക്ക് അടുത്ത അഡ്മിഷൻ കിട്ടുമോ അങ്ങനത്തെ കാര്യങ്ങളിൽ, അതായത് ഔട്ട്കം, റിസൾട്ട്, പെർഫോമൻസ് ഇങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ ഗോളുകളും ഫോക്കസുകളും വെക്കാതെ എന്റെ കോമ്പിറ്റൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരമാവധി ആത്മാർത്ഥമായിട്ടുള്ള ശ്രമങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്. അപ്പൊ എന്റെ കോമ്പിറ്റൻസി ഞാൻ ഇൻക്രീസ് ചെയ്യുന്നതിനകത്ത് ഗോൾ വെക്കുക. അങ്ങനെ ഓരോ ദിവസവും ഓരോ സ്റ്റുഡന്റും കോമ്പിറ്റൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ വളരെ ഫുൾഫിൽഡ് ആയിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഓരോ ദിവസവും പഠിച്ച് മുന്നോട്ടേക്ക് പോകാനായിട്ട്. അല്ലാതെ പെർഫോമൻസിൽ വെക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ഫ്രസ്ട്രേഷൻ ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ പെർഫോമൻസ് ഗോൾ എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു കോമ്പിറ്റൻസ് ഗോൾ, ഓരോ ദിവസവും എന്റെ പാർട്ട് ബെസ്റ്റ് ആയിട്ട് പഠിച്ചുകൊണ്ട് എന്റെ കോമ്പിറ്റൻസി ഓരോ ദിവസവും ഇൻക്രീസ് ചെയ്ത് കൂട്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ആത്മാർത്ഥമായ ശ്രമം കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാവുക. അതിനു വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് പാരന്റ്സ് കൊടുക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വളരെ ഫുൾഫിൽഡ് ആയിട്ടുള്ള വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു അക്കാഡമിക് ലൈഫ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. തീർച്ചയായും ഡോക്ടർ. ഒരു പ്രേക്ഷക കൂടി നമുക്കൊപ്പം ചേരുകയാണ്, പാലക്കാട് നിന്ന് സൗമിനി. സൗമിനി, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. സർ, ഹലോ, കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. സൗമിനി, ടിവിയുടെ വോളിയം കുറച്ചു വെച്ച് ഫോണിൽ മാത്രം ശ്രദ്ധിച്ച് സംസാരിക്കുക. സർ, സാർ, പരീക്ഷ ടൈമില് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നിന്ന് നടന്ന് സംസാരിക്കുക. കുട്ടി ഇപ്പൊ 9ാം ക്ലാസ്സിലാണ്. അല്ല, ഒറ്റയ്ക്ക് സംസാരിക്കുക. ഇത് പരീക്ഷ സമയത്ത് മാത്രമാണോ അതോ അല്ലാത്ത സമയത്തും ഒറ്റയ്ക്ക് സംസാരിക്കാറോ? അങ്ങനെ അത്യാവശ്യമൊക്കെ അങ്ങനെ അവരുടെ കാര്യങ്ങളാണ്. എന്താ പറയുന്നത് ചോദിച്ചാ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സ്കൂളിൽ നടന്ന കാര്യങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ സംസാരിക്കുക. നമ്മൾ ചോദിച്ചാ എന്താ പറയുന്ന കാര്യങ്ങൾ ഇറലവന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണോ? അതായത് ആ കോണ്ടെക്സ്റ്റുമായിട്ട് ബന്ധമില്ലാത്ത ഇറലവന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണോ പറയുന്നത്? ചിലപ്പോ പരീക്ഷയില് ഇങ്ങനെ മാർക്ക് ഇങ്ങനെ ടീച്ചർ ഇങ്ങനെ ചെയ്തു, ഇല്ലെങ്കിൽ മാർക്ക് കുറവായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം. ഒറ്റയ്ക്ക് ഇങ്ങനെ നമ്മൾ അത്ര കേൾക്കില്ല, എന്നാലും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. പഠനത്തെയൊക്കെ ബാധിക്കുന്നുണ്ടോ? മാർക്ക് കുറയുന്നുണ്ടോ? മാർക്ക് കുറയില്ല, ഒരു
അത്ര മോശമല്ല, എന്നാലും ഫുള്ളും അല്ല, എന്നാ ഒരു ആവറേജ് കുഴപ്പമില്ല. എന്നാലും ഞാൻ എന്നിട്ട് ചോദിച്ചു എന്താ സംസാരിച്ചത് എന്ന് ചോദിക്കുമ്പോ അതൊന്നുമില്ലമ്മ കുഴപ്പമില്ല, ഞാൻ വെറുതെ സംസാരിച്ചത് പറയും. അപ്പൊ ഞാന് വെറുതെ കുറെ ആയി ഇത് കാണണേ, ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്ന് ഇങ്ങനെ സംസാരിക്കുക. അപ്പൊ ഞാനത് കൂട്ടുകാരന്മാരിനെ പറ്റിയിട്ടാണോ അതോ പരീക്ഷനെ പറ്റിയിട്ടാണോ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് ചോദിക്കുമ്പോ നമ്മള് മുറ്റത്ത് നമ്മള് പശുവിനൊക്കെ വെള്ളമൊക്കെ കൊടുക്കാൻ പോകുമ്പോ ഇങ്ങനെ പുള്ളിക്കാരൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് കാണാം നടന്നിട്ട്. അതെ, അത് രണ്ട് രീതിയിലാണ് നമ്മൾ കാണേണ്ടത്. ഒന്ന്, നമ്മള് ഈ സംസാരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഇമ്പയർമെന്റുകൾ ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. അതായത് അക്കാഡമിക് പെർഫോമൻസിനെ ബാധിക്കുക, ഇപ്പൊ ആ വ്യക്തി അല്ലെങ്കിൽ ആ കുട്ടിയുടെ റോളുകൾ, ഫംഗ്ഷനുകൾ, ഡ്യൂട്ടികൾ, റെസ്പോൺസിബിലിറ്റികൾ, അതിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകളൊക്കെ ഉണ്ടാവുന്നുണ്ടോ, കൃത്യമായിട്ട് ഉറങ്ങുന്നുണ്ടോ, ഭക്ഷണം കഴിക്കുന്നുണ്ടോ, ആക്ടിവിറ്റികൾ, സോഷ്യൽ ഇന്ററാക്ഷൻസ് ഒക്കെ കൃത്യമായിട്ട് അതെല്ലാം ഇൻടാക്ട് ആയിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് കൺസേൺ ആവേണ്ടതായിട്ടില്ല. പക്ഷെ അതേസമയം വൈകുന്നേരം തിരി വൈകിയാ കിടക്കണം, പക്ഷെ ആള് വിളിക്കുള്ളൂ. കേട്ടില്ല, എന്താണ്? വൈകുന്നേരം കിടക്കുമ്പോ ചിലപ്പോ ഒരു 10 മണിയൊക്കെ അയക്കും, 9:30-10 മണിയൊക്കെ ആകും. പക്ഷെ നമ്മള് വിളിച്ചാലേ എണിക്കുള്ളൂ, കാലത്ത് വിളിച്ചാലേ എണിക്കുള്ളൂ. അല്ല, അത് ഒരു തരത്തില് നമ്മുടെ അക്കാഡമിക് റിസൾട്ടിനെയും വീട്ടിലെ ഫംഗ്ഷനിങ്ങിനൊന്നും ബാധിക്കുന്നില്ലെങ്കിൽ നമ്മളത് കൂടുതലായിട്ട് കൺസേൺഡ് ആവേണ്ട. അല്ല, അങ്ങനെ ബാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സെൽഫ് ടോക്ക് അല്ലെങ്കിൽ ഇറലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളത് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ ആവശ്യമാണ്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് അസസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് ഏതെങ്കിലും ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിന് കണ്ടുകൊണ്ട് ഒരു ഒപ്പീനിയൻ എടുത്തു കഴിഞ്ഞാൽ കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ ആ കുട്ടിയോട് ഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചോദിച്ച് കുറച്ചും കൂടെ അസസ് ചെയ്തതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്തായാലും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത് നല്ലതാണ്. എക്സാമിന് അല്ലെങ്കിൽ മറ്റു തരത്തിലൊന്നും ബാധിക്കുന്നെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് കൺസേൺഡ് ആണ്. എന്തായാലും മറ്റു ബുദ്ധിമുട്ടുകൾ, മാനസികമായിട്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്നുള്ള കാര്യം അല്ലെങ്കിൽ ഇല്ല എന്ന് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒപ്പീനിയൻ എടുക്കുന്നത് നല്ലതാണ്. ശരി, വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, ഈ നിമിഷം നമുക്കൊരു ഇടവേള അനിവാര്യമാണ്. ഇടവേളയ്ക്ക് ശേഷം ഡോക്ടർ ക്യൂവിലേക്ക് തിരികെ എത്താം. വീണ്ടും ഡോക്ടർ ക്യൂവിലേക്ക് സ്വാഗതം. പരീക്ഷാ പേടിയെ എങ്ങനെ മറികടക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സൈക്കോളജിസ്റ്റ് നിതിൻ AF നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഡോക്ടർ, ഈ പരീക്ഷാ പേടിയെ മറികടക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് കരുതേണ്ടത് ഈ കൃത്യമായിട്ടുള്ള റിലാക്സേഷൻ കൂടി ഇതിനിടയിൽ കുട്ടികൾക്ക് വേണമെന്നുള്ളതാണല്ലോ. കൃത്യമായ ഉറക്കം അല്ലെങ്കിൽ മറ്റ് വിനോദ പരിപാടികൾ കൂടി അതിനിടയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതില്ലേ? തീർച്ചയായിട്ടും നമ്മള് ഒരു റൂട്ടീൻ അത്യാവശ്യമാണ്. ഇപ്പൊ നമ്മൾ എപ്പോഴും എക്സാമിന്റെ സമയമാകുമ്പോൾ കൂടുതലായിട്ട് പഠിക്കുന്നത് ആക്ച്വലി നമുക്കൊരു ടയേർഡ്നെസ് അല്ലെങ്കിൽ ക്ഷീണമൊക്കെ ഉണ്ടാവുന്നതിന് കാരണം. അപ്പൊ ഒരു റൂട്ടീൻ നമ്മൾ റെഗുലർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്നും കൃത്യസമയത്ത് ഉറങ്ങുക, കൃത്യസമയത്ത് ഉറക്കം കഴിക്കുക, എന്നും ഒരേ സമയത്ത് ഭക്ഷണം കഴിക്കുക, ഒരു അരമണിക്കൂർ എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ഒരു അരമണിക്കൂറോ ഒരു 3/4 മണിക്കൂറോ ഒരു അരമണിക്കൂർ നടക്കുക, അതുപോലെ എന്തെങ്കിലും എക്സർസൈസ് ഒരു 15 മിനിറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആക്ച്വലി മൊത്തത്തിൽ നമ്മുടെ ഒരു മെന്റൽ സ്റ്റേറ്റ്, മൂഡൊക്കെ നോർമലായിട്ട് നിലനിർത്തുന്നതിന്, സ്റ്റേബിൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈ പറഞ്ഞ റിലാക്സേഷൻ ടെക്നിക്കുകൾ, പലതരത്തിലുള്ള ഇൻസ്റ്റന്റും അതുപോലെ തന്നെ നമുക്ക് ലോങ് ടൈം ആയിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യാവുന്ന റിലാക്സേഷൻ ടെക്നിക്കുകളും ഡെയിലി ചെയ്യുന്ന ഡീപ് ബ്രീത്തിങ് പോലുള്ള എക്സർസൈസുകളൊക്കെ ചെയ്യുന്നത് കുറെ കൂടെ റിലാക്സ്ഡ് ആവുന്നതിന്, നമ്മുടെ മനസ്സും നമ്മുടെ മസിൽസ് ഒക്കെ ഒന്ന് റിലാക്സ്ഡ് ആവുന്നതിന് കുറെ കൂടെ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഉണ്ടാക്കുന്നതിന് സാധിക്കും. അതേസമയം തന്നെ സാർ, നമ്മൾ ഈ പരീക്ഷ കഴിഞ്ഞിട്ട് പൊതുവെ ഇപ്പോൾ ഇടയ്ക്കെങ്കിലും കാണാറുള്ളതാണ് ഈ ആത്മഹത്യകൾ കൂടി വരുന്നൊരു സാഹചര്യമുണ്ട്. ഈ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിലോ അല്ലെങ്കിൽ തോറ്റുപോയതിൻ്റെ പേരിലോ ഒക്കെയാണ് കുട്ടികൾ ഇത്തരത്തിൽ ആത്മഹത്യയിലേക്കൊക്കെ ചിന്തിക്കുന്നതും കടക്കുന്നതുമൊക്കെ. അപ്പോൾ ഇത്തരത്തിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു ആങ്സൈറ്റി പ്രോബ്ലം ഉള്ള കുട്ടിയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പരീക്ഷ തോറ്റുപോയി കഴിഞ്ഞാൽ ഇത്തരത്തിൽ വലിയ കടുങ്കൈയിലേക്കൊക്കെ കടക്കാൻ സാധ്യതയുള്ള മനോനിലയുള്ള ഒരു കുട്ടിയാണ് എന്ന് നമുക്ക് നേരത്തെ തന്നെ തിരിച്ചറിയാൻ സാധിക്കുമോ? അപ്പോൾ ഈ പരീക്ഷയ്ക്ക് ശേഷം, മാർക്ക് വന്നതിന് ശേഷമൊക്കെ എങ്ങനെ നമുക്ക് കുട്ടികളെ കൈകാര്യം ചെയ്യാം? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും ഉത്തരവാദിത്വം അതിലുള്ളത് ആ വ്യക്തിക്ക് ചുറ്റുമുള്ള, ആ കുട്ടിക്ക് ചുറ്റുമുള്ള ആൾക്കാരാണ്. അതായത് ഇപ്പൊ പാരന്റ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ്, നൈബേഴ്സ്, റിലേറ്റീവ്സ്. ഇപ്പൊ അറിയാമായിരിക്കും, നമുക്ക് ലോങ് ടൈം ആയിട്ട് നമ്മൾ ഒരാളുമായിട്ട്
റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യും. പ്രത്യേകിച്ച് പാരന്റ്സിന് അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി അറിയായിരിക്കും. എത്രത്തോളം വൾണറബിൾ ആണ്, എത്രത്തോളം സ്ട്രോങ് ആണ്, ലൈഫിൽ നേരിടുന്ന പ്രശ്നങ്ങളെ എത്രത്തോളം ഈസി ആയിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് അതിനെ കാണാനായിട്ട് കഴിയും, പേഴ്സണാലിറ്റി ടൈപ്പ് എന്താണ്, ഇത്തരത്തിലുള്ള കാര്യം എത്രത്തോളം സെൻസിറ്റീവ് ആണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോർമലി അറിയാമായിരിക്കും. അപ്പോ ഇതുപോലുള്ളൊരു വൾണറബിൾ സിറ്റുവേഷൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അൺഎക്സ്പെക്ടഡ് ആയിട്ടോ അല്ലെങ്കിൽ എക്സ്പെക്ടഡ് ആയിട്ടോ എക്സാം റിസൾട്ട് വരുമ്പോൾ ഫെയിലുവർ ആവുകയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പെട്ടെന്ന് വീക്ക് ആയിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ആയാലും നമ്മുടെ മകനായാലും നമ്മുടെ സഹോദരി ആണെങ്കിലും സഹോദരനാണെങ്കിലും ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഒറ്റയ്ക്ക് ആ വ്യക്തിയെ കുറച്ചു നാളത്തേക്ക് ഇതൊന്ന് സെറ്റിൽ ഡൗൺ ആയി ഒന്ന് മാനേജ്ഡ് ആയി വരുന്നതിലേക്ക് യാതൊരു കാരണവശാലും ഒറ്റയ്ക്കിരിക്കാനായിട്ട് അനുവദിക്കരുത് എന്നുള്ളതാണ്. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ എൻഗേജ്ഡ് ആവുക, എന്തെങ്കിലും കാര്യങ്ങൾ ഇൻവോൾവ് ആവുക, ആ വ്യക്തിയുമായിട്ട് ആ കുട്ടിയുമായിട്ട് കൂടുതലായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്താണ് ആ കുട്ടിയുടെ ബുദ്ധിമുട്ട് എന്നുള്ളത് വെന്റിലേറ്റ് ചെയ്യാൻ, സൈക്കോളജിക്കലി മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അത് സാധിക്കുന്നില്ല, മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിന്റെ, സൈക്കോളജിസ്റ്റിന്റെയോ അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിന്റെയോ ഹെൽപ്പ് നമ്മൾ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത്തരത്തിലുള്ള സൂയിസൈഡുകളൊക്കെ തീർച്ചയായിട്ടും പ്രിവെന്റബിൾ ആയിട്ടുള്ള സൂയിസൈഡുകളാണ്. അത് നമ്മൾ നേരത്തെ സൂയിസൈഡുകൾ എപ്പോഴും പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുന്നത് ആ വ്യക്തിക്ക് ചുറ്റും നിൽക്കുന്ന ആൾക്കാരാണ്. അവർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം. ആ വ്യക്തി എപ്പോഴും ഒരു ഇറാഷണൽ കാര്യമില്ല, ആ വ്യക്തിക്ക് ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്കാണ് അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുക. അവര് വളരെ ആത്മാർത്ഥമായിട്ടും വളരെ ഇൻവോൾവ് ആയിട്ടും കാര്യങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും പ്രിവെന്റ് ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും ഡോക്ടർ. എന്തായാലും സമയപരിമിതി ഉള്ളത് കൊണ്ട് നമുക്ക് ഈ ഒരു സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുകയാണ്. പരീക്ഷാ പേടിയെ എങ്ങനെ മറികടക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ക്യൂ ചർച്ച ചെയ്തത്. പട്ടം SUT ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റായ നിതിൻ AF ആണ് നമുക്കൊപ്പം സംശയങ്ങൾക്ക് മറുപടി നൽകിയത്. വളരെ നന്ദി സർ ഞങ്ങളോടൊപ്പം ചേർന്നതിന്. മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം കാണാം. നമസ്കാരം.